8 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് മുങ്ങി മരിച്ചവരുടെ എണ്ണം 6ആയി. മലപ്പുറത്ത് സഹോദരങ്ങളായ 2 ആൺകുട്ടികളും വെള്ളായണി കായലിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ 3 പേരുമാണ് മുങ്ങി മരിച്ചത്. നാവായിക്കുളം വലിയ കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് അപകടം. നാവായിക്കുളം പ്ലാച്ചിവട്ടം സ്വദേശി രഞ്ജിത്ത് 32 വയസ്സാണ് മരിച്ചത്. കുളത്തിൽ കുളിക്കുകയായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ യുവാവ് മുങ്ങിത്താഴുന്നത് കണ്ടതോടെ നാട്ടുകാരെ വിവരം അറിയിക്കുകയും ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി രഞ്ജിത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മൃതദേഹം മോർച്ചറിയിലേക്കും മാറ്റി. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ വിവിധ സ്ഥലങ്ങളിലായി 6 പേരാണ് മുങ്ങി മരിച്ചത്. നാവായിക്കുളത്തെ സംഭവത്തിന് പുറമെ വെള്ളായണിയിൽ 3 വിദ്യാർത്ഥികളും മലപ്പുറം നിലമ്പൂരിൽ സഹോദരങ്ങളായ 2 ആൺകുട്ടികളുമാണ് മുങ്ങി മരിച്ചത്. നിലമ്പൂർ അകമ്പാടം പെട്രോൾ പമ്പിന് സമീപം ഇടിവണ്ണ ചാലിയാറിലെ വെള്ളക്കെട്ടിൽ വീണാണ് സഹോദരങ്ങളായ കുട്ടികൾ മരിച്ചത്. പന്നിയങ്കാട് താമസിച്ചിരുന്ന ബാബു നസീമ ദമ്പതികളുടെ മക്കളായ റിൻഷാദ് 14 വയസ്സ്, റാഷിദ് 12 വയസ്സ് എന്നിവരാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കുന്നതിനിടയിലായിരുന്നു അപകടം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കുറച്ചു കാലങ്ങളായി അകമ്പാടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. പള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് വീട്ടുകാർ പറഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ERF അംഗങ്ങളും രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹങ്ങൾ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ്. തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ 3 വിദ്യാർത്ഥികളാണ് മുങ്ങിമരിച്ചത്. കുളിക്കാനിറങ്ങിയ 4 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ചുഴിയിൽ അകപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. വെട്ടുകാട് സ്വദേശി ഫെർഡിനാൽ 19 വയസ്സ്, മണക്കാട് സ്വദേശി മുകുന്ദൻ ഉണ്ണി 19 വയസ്സ്, വിഴിഞ്ഞം സ്വദേശി ലിബിനോൻ 20 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വെള്ളായണി വവ്വാമൂലയിൽ നിന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് 3 പേരെയും പുറത്തെടുത്തത്. സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും 3 പേരും മരണപ്പെട്ടതായി ഡോക്ടർ അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.